എനിക്കറിയില്ല, എന്താ പറയാ, അത് ജീവിച്ചു ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾക്ക് ഷോർട്സ് എടുക്കാൻ പറ്റില്ല, ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി എന്താ പറയാ, മോരുകറിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ചീര തോരനും കൂടി ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ റോഡ് പണി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അതിനെപ്പറ്റി ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇവിടെയുള്ള എല്ലാവരുടെയും മതിലൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് വഴി വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഭയങ്കര ബിസി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മതിലൊക്കെ രാവിലെ തന്നെ 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും മതിലൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെയും ഈ മൂല പൊട്ടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വണ്ടി വളഞ്ഞു കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോ പണി ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതേ നമ്മൾ ചീര മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പഴത്തേക്ക് നമുക്ക് ചോറ് നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതും ഒന്ന് വാർത്ത് വെക്കാം. അപ്പൊ എന്താ പറയാ, ചീര നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് ചീരയുണ്ടെന്ന് വിചാരിച്ച് കുറച്ച് ചീരയുള്ളൂ, ആകെ ഒരു പിടിയേ ഉള്ളൂ. ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അച്ഛനും ഞാനും ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കുഞ്ഞു പിടി ചീരയാണ് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, നമ്മുടെ അതായത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ സ്വപ്നം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എന്താ പറയാ, ഞങ്ങൾക്ക് കുറച്ച് വീട്ടുകാർക്ക്, അതായത് ഒരു 11 വീട്ടുകാർക്ക് വഴിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂട്ടർ കയറും, ഓട്ടോറിക്ഷ കയറുമായിരുന്നു. നമ്മുടെ വണ്ടിയൊന്നും നമുക്ക് വീടിന്റെ അകത്തോട്ടൊന്നും കയറ്റാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊക്കെ വിചാരിച്ചത് ഒരിക്കലും വഴി കിട്ടൂല എന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോ എന്താ പറയാ, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നമുക്ക് ഇന്ന് യാഥാർത്ഥ്യമായത്. മോരുകറിയൊക്കെ ഇരിക്കുന്നുണ്ട്. മോരുകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് ഇതാ. അപ്പം യാരിത് എന്നെ തുക്കി പോലെ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വീട്ടുകാർ ഇവിടെ നിന്ന് പോയിട്ടും ഉണ്ടായിരുന്നു ഇതുപോലെ. കാരണം വഴി എന്ന് വെച്ചാൽ ഒരുപാട് നടന്നിട്ടുണ്ട്. വഴി നമുക്ക് വേണം എന്നുണ്ട്. പക്ഷെ വഴി ഇതുവരെ അതിന്റെ ഓരോരുത്തരും ഓരോ സമയം ഉണ്ടെന്ന് പറയില്ലേ, അത് ചിലപ്പോ ഈ സമയമായിരിക്കും. എന്താ പറയാ, നമുക്ക് കുറെ വൈകിയാണെങ്കിലും വഴി കിട്ടി, അതിൽ വളരെ സന്തോഷം. അപ്പൊ JCB വന്ന് പൊളിക്കണതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിൽ കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടൂട്ടാ. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ശരിക്കും ഒന്നും പറയാനും കൂടി പറ്റണില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ, നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കയറില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമാണ് ഇല്ലേ. നമ്മുടെ കാറൊക്കെ കയറില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കാറ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച്, അതായത് ഒരു മൂല വരെ കുറച്ച് വീട്ടുകാർക്ക് വണ്ടി കയറും. ആ മൂല തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കയറില്ല, വണ്ടി വളഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ 11 വീട്ടുകാരാണ് ഉള്ളത്. നമുക്ക് കാറൊന്നും കയറ്റാൻ പറ്റാതെ അങ്ങനെ 11 വീട്ടുകാരാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വഴി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ 2-3 വ്യക്തികളുണ്ട്. അവര് കാരണമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി കിട്ടാനായിട്ട് സാധിച്ചത് കേട്ടോ. പിന്നെ ഈ 11 പേരും കൂട്ടായിട്ട് നിന്നു വഴിക്ക് വേണ്ടിയിട്ട്. കുറച്ച് പൈസയൊക്കെ വേണമായിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ആദ്യം കേട്ടപ്പോ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലും, അയ്യോ ഞങ്ങളിത് എങ്ങനെ ഒപ്പിച്ചെടുക്കും, ഇത്രയും കാശ് എവിടെ നിന്നാണ്, പല ടെൻഷനും ഒക്കെ ആയിരുന്നു.
അങ്ങനെ എല്ലാവരും ഇതുപോലെ മീറ്റിങ്ങുകളിൽ വൈകുന്നേരം കൂടുമായിരുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഈ വഴി എടുക്കൽ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഈ വഴി കിട്ടാത്തതിൽ ഇവിടുന്ന് പോകേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് എന്താ പറയാ, നമുക്ക് അധികം ഒന്നും വേണ്ട, നമുക്കൊന്ന് നമ്മുടെ വണ്ടി ഒന്ന് കയറാൻ പറ്റിയൊരു വഴി മതി. അതാണ് എല്ലാവരുടെ ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്താ പറയാ, കയ്യിലുള്ള പൈസ സ്വരുക്കൂട്ടി, അതായത് സ്വർണം പണയം വെച്ചും സ്വർണം വിറ്റും പലിശക്കെടുത്തും കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് കുറച്ചായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി നമ്മൾ ആ വഴി ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ചീര ഉണ്ടാക്കി വെക്കാലോ. ചീര എന്ന് വെച്ചാൽ വെറുതെ നമ്മള് അപ്പം ഇതാണ് നമ്മുടെ കറി. അപ്പൊ ഇതിരുന്ന് ആവട്ടെ, അപ്പഴത്തേക്ക് നമുക്ക് മോളിൽ പോയി തുണികളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി മോളിൽ പോയിട്ട് തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടാ. എടുക്കട്ടെ. തുണി എടുക്കട്ടെ. തുണി എടുത്ത് ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാട്ടാ. ഇത് കണ്ടില്ലേ, ഇതിൽ ഒരുപാട് ചിക്കു നിക്കണുണ്ട് കേട്ടാ. കണ്ടില്ലേ, ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും കിട്ടണില്ല. താഴെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണാനും കൂടി പറ്റില്ല. ടെറസിന്റെ മുകളിൽ കയറിയാലാണ് കാണാൻ വേണ്ടി പറ്റണത്. വവ്വാല് വന്ന് കൊണ്ടുപോവാണ്. നമുക്ക് ഒന്നും ഈ പറഞ്ഞ പോലെ കിട്ടണില്ല. അപ്പം ഇന്നാള് ചെയ്തിട്ട് എനിക്ക് തോട്ടി വെച്ചിട്ട് ഒരെണ്ണം പറിച്ചു തന്ന്. ഞാൻ വേഗം അത് അരിങ്കലത്തിൽ കൊണ്ടിട്ടിട്ട് അത് പഴുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് പഴുക്കൂല, ഭയങ്കര ചെറുതായിരുന്നു. പക്ഷെ അത് പഴുത്തിട്ടുണ്ട്. അപ്പൊ ലച്ച് വരുമ്പോഴത്തേക്കും അതും പഴവും ഇട്ടിട്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. അപ്പൊ നമുക്കിനി താഴത്തേക്ക് പോവാം. ഭയങ്കര വെയില്, ഈ ഒരു ഭാഗം മാത്രം തണലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ താഴത്തേക്ക് പോവാം. എന്താ പറയുക, ഇതൊന്ന് തുടച്ചെടുക്കാന്ന് വിചാരിച്ചു. ഫുള്ള് ഇല കണ്ട. ഈ ചെടി എല്ലാരും വീട്ടിലും ഉണ്ടാവൂലേ. എന്റെ പൊന്നു കോഴി ഒന്നും മിണ്ടാതിരിക്കും, ഒന്നും മിണ്ടാതിരിക്കും കോഴി. എന്ത് ശല്യോന്നറിയോ അത്. ഞങ്ങൾക്ക് ഷോർട്സ് എടുക്കാൻ പറ്റില്ല, ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല. അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അപ്പിയിട്ട് അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടണില്ല. കോഴി കേൾക്കുന്നുണ്ടാ? പാട്ട് പാടണെന്ന് ശല്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കോഴീനെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഫ്രീ ആയിട്ട് തരാം. വളർത്താനോ കൊന്നു കഴിക്കാനോ എങ്ങനെയാണെങ്കിലും നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. വന്ന് കൊണ്ടുപോണ ആൾക്കാര് കാശ് കയ്യിൽ തരണ്ട, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കാം. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് നല്ല ചെടിയാട്ടോ. ഇത് നമുക്ക് വലിയൊരു ഇതില് നട്ടുപിടിപ്പിക്കണം. കുഞ്ഞു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുക്കള ചെന്നിട്ട് ചീര എന്തായാലും നോക്കാം. ഇപ്പൊ അതേ ചീരത്തോരൻ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടാ, റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള. പിന്നെ നമ്മുടെ മോരുകറി നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. അപ്പൊ ഇന്ന് ഇതൊക്കെയുള്ളൂ കറി. കുന് ഭയങ്കര മധുരം കേട്ടോ, അപാര മധുരം. കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങണേക്കാളും ഡബിൾ മധുരം. പിന്നെ സോറി കേട്ടോ, കാരണം എന്താന്ന് വെച്ചാൽ വീഡിയോ എല്ലാം എടുത്തതിന് ചെക്ക് ചെയ്തപ്പോഴാണ് എന്റെ മൈക്ക് ഓൺ ആയിരുന്നില്ല. അപ്പൊ ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കണത്. ആ പഴവും ചിക്കും കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരുന്നറിയോ. നമ്മൾ ആ മരം മുറിക്കാന്നും പറഞ്ഞിരിക്കണായിരുന്നു. ഇനി അതിലുള്ള ചിക്കുമൊക്കെ എങ്ങനെയെങ്കിലും ചെയ്തതിനെ കൊണ്ട് പറപ്പിക്കണം. 2 തോട്ടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും അത് പറിച്ച്
എടുത്തിട്ട് നമുക്ക് അരിങ്കലത്തിന്റെ ഉള്ളിൽ വെച്ച് പഴുപ്പിച്ച് ഇതുപോലെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണേ.